തൂക്കി നീലകരങ്ങളോടെ തൂക്കി നീലകരങ്ങളോടെ തൂക്കി 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 ലവന്മാര് തൂക്കുന്നു, നിങ്ങൾ പൊക്കാൻ പാടുപെടുന്നു, തൂക്കുന്നു പൊക്കുന്നു, തൂക്കുന്നു പൊക്കുന്നു. തൂത്തുവാരും എന്നൊക്കെ പറഞ്ഞായിരുന്നു. ചൂലുണ്ടോ കയ്യില്? ഇതുവരെയുള്ളത് കമ്മികളെ ചൂലുണ്ടോ കയ്യിൽ? ഇതുവരെയുള്ളത് കണ്ടിട്ട് നിങ്ങൾ അതെ യു.ഡി.എഫിന്റെ മറ്റേ നീല വർണ്ണശോഭമായ സാധനങ്ങൾ താഴേക്ക് വീഴുമ്പോൾ നിങ്ങൾ തൂത്തുവാരുന്ന കാര്യമായിരുന്നോ പറഞ്ഞത്? എല്ലാം മാറി മറിയും. എല്ലായിടത്തും തോൽവി. മന്ത്രിമാരെ ഒന്നും മഷിയിട്ട് നോക്കിയിട്ട് കാണുന്നില്ല. എല്ലാം പിന്നിൽ പിന്നിൽ, മുന്നിൽ ആരും ഇല്ലേടെ. മുഖ്യമന്ത്രി പിണറായി വിജയൻ വരെ ധർമ്മടത്ത് പിന്നിൽ. ധർമ്മടത്ത് പിണറായി പിന്നിൽ തോക്കുമോ? നിങ്ങളുടെ കേൾപ്പിത്താൻ തോക്കുമോ? ഇല്ല, അവസാന നിമിഷം വരെ ഞങ്ങൾ പോരാട്ടായിരിക്കും. ബിജെപി 5 ബിജെപി. നിങ്ങൾ ഡീല് വെച്ചതല്ലേടോ? ഡീലല്ല, അല്ല 5-4 ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുക. ആ നിയമത്തില്ലേ ഞങ്ങളുടെ മന്ത്രി വി ശിവൻകുട്ടി ഇത്രയും കാലം ഇവിടെ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൂട്ടിയതൊക്കെ വെറുതെ ആയില്ലേ? ചെയ്ത് കൂട്ടിയതൊക്കെ ആ മന്ത്രിസഭയിൽ ഇത്തിരി സ്റ്റാർ ആയിരുന്നു അദ്ദേഹം. നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്തത്. എന്തിനാ നിയമത്തോട് വിഷമിക്കാതെ, 1ാം റൗണ്ടൊക്കെ കഴിഞ്ഞതല്ലേ ഉള്ളൂ, ഇനി ഉണ്ട് എണ്ണാൻ. ഉണ്ടല്ലേ? എന്റെ ബലമായ സംശയം എന്താണെന്നറിയാമോ? അവരെങ്ങാണം ഒരു സീറ്റ് എങ്ങാനും അവർക്ക് കിട്ടിയ ഇത് ഇപ്പൊ 4-ൽ ഇങ്ങനെ കിടക്കുക, 4-5 ഇങ്ങനെ കിടന്നോണ്ടിരിക്കുക. ഇവര് വല്ലതും ജയിച്ചാൽ നിങ്ങൾ ഡീൽ ഉണ്ടാക്കിയതല്ലേ ഇടും? അല്ലേടാ നിങ്ങൾ? ഞങ്ങളെന്തൊന്നും ഡീൽ ഞങ്ങൾക്കൊന്നും അറിയാൻ പാടില്ല. ഞങ്ങൾക്കൊന്നും അറിയാം. എന്നിട്ട് എന്താ നിയമത്ത് നിങ്ങൾ SDPI വോട്ട് തന്നില്ലേ നിങ്ങൾക്ക്? ആർക്കും കൊടുത്തോന്ന് ഞങ്ങൾ വേണമെന്ന് പറഞ്ഞതാണ്, എന്നിട്ട് തന്നില്ലെന്ന് തോന്നുന്നു. മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ ഉള്ളി പറക്കുന്നുണ്ടല്ലേ അവിടെ? അതെ, ഉള്ളി പറക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന സുഹൃത്തുക്കളെ? ഞങ്ങളുടെ ഇടതിന് ഇതെന്ത് പറ്റി? ബിജെപി ചിത്രത്തിൽ പോലില്ലെന്ന് വിചാരിച്ചതാണ് 5 ബിജെപി. എന്റെ ഒരു ഇത് കണക്കൂട്ടൽ എന്താണെന്നറിയാമോ? നിങ്ങളെ തോപ്പിച്ചത് നിങ്ങൾ തന്നെയാണെന്നാ തോന്നുന്നത്. കാര്യം എന്താണെന്നറിയാമോ? ഇവിടെ ഒരു മറ്റേ എക്സിറ്റ് പോൾ വന്നപ്പോഴത്തേക്ക് ഒരു ചർച്ച ഉയർന്നു വന്ന് ഓർക്കുന്നുണ്ടായിരുന്നോ? അതായത് പിണറായിയിൽ നിന്നും പാർട്ടിയെ തിരിച്ചു പിടിക്കണം. പിണറായി നിന്ന് പാർട്ടിയെ കക്ഷത്തല്ലല്ലോ, എടുത്ത് പോക്കറ്റിലിട്ട് അതിനെ വീർപ്പ് മുട്ടിക്കുകയായിരുന്നില്ലേ ഒരു പാർട്ടിയെ? നിങ്ങളുടെ പിഴിഞ്ഞെടുക്കുമായിരുന്നില്ലേ? അപ്പൊ എനിക്ക് തോന്നുന്നു, അതായത് ഇനിയും വീണ്ടും ഒരു തുടർ അധികാരം കിട്ടിക്കഴിഞ്ഞാ മുച്ചൂട് മുടിയുമെന്നറിയാവുന്നത് കൊണ്ട് നിങ്ങളുടെ പാർട്ടിക്കാരെല്ലാം കൂടെ നീലയ്ക്ക് പോയി കുത്തിന്നാ തോന്നുന്നത്. ഒരിക്കലും ഇല്ല. നോക്കൂ പ്രിയപ്പെട്ട, കുത്തി കാണും. ഇതുവരെയുള്ള വെച്ചിട്ട് PK ശശിയൊക്കെ ലീഡ് ചെയ്യുന്ന ലീഡ് കണ്ടാല് സുധാകരൻ മുന്നിൽ, ആശാനെ സുധാകരൻ മുന്നിൽ. ഇതെന്ത് കഷ്ടമാണ്. നിങ്ങളുടെ മന്ത്രിമാര് MP രാജേഷ് പിന്നില്, മറ്റേ വീണ ജോർജ് പിന്നില്, മുഖ്യമന്ത്രി പിന്നില്. പക്ഷെ തളിപ്പറമ്പിൽ ശ്യാമള കയറുന്നുണ്ട് കേട്ടോ. അതൊക്കെ വേറെ എവിടെയൊക്കെ തോറ്റാലും വേണ്ടില്ല, പാർട്ടി സെക്രട്ടറി MP ഗോവിന്ദന് തളിപ്പറമ്പ് കിട്ടണം, അതേ ഉള്ളൂ. അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയാണ് വലുത്. LDF എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ തെറ്റിയിട്ടുണ്ട്. തെറ്റിയിട്ടുണ്ടെന്നോ? നിങ്ങൾക്ക് അടിമുടി തെറ്റി. അങ്ങനെയല്ല, ഇതുവരെ കോൺഗ്രസ് ആണ് മുന്നിലെങ്കിലും ഞങ്ങൾ പിന്നിൽ വരും. നിങ്ങൾ പിന്നിലാണ്. ഞങ്ങൾ മുന്നിൽ വരും. നിങ്ങൾ ബഹുദൂരം പിന്നിലായിരുന്നു. ആദ്യ റൗണ്ടിലെ മറ്റേ 64-68 എന്നുള്ളത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു, ദൈവമേ ഇവർ കേറുമായിരിക്കും കേട്ടോന്ന്. പക്ഷെ നിന്ന നിപ്പിലല്ലേ അങ്ങ് 45 വരെ പോയത്. ഞങ്ങൾക്ക് പേടിയില്ല. ഞങ്ങൾ അവസാന നിമിഷം വരെ ഇനിയിപ്പോ ക്യാപ്സൂളുകളുടെ വരവാണ്. നിർത്തു അല്ലല്ലേ? ഇനി അത് കഴിഞ്ഞു. അത് അയ്യോ കണ്ടില്ലേ? അത് സൈബർ ഇടങ്ങളിൽ മറ്റേ ക്യാപ്സൂള് മാറ്റി, ഇടത് തുടരുമെന്നുള്ളത് മാറ്റി. പിന്നെ തോറ്റാലും ഞങ്ങൾ പാർട്ടി വിട്ട് ഞങ്ങൾ പോകില്ല. ഇങ്ങനല്ലായിരുന്നല്ലോ. പിന്നെ എനിക്ക് ആകെ ഒരു സന്തോഷമുള്ളത് എന്താണെന്നറിയാമോ? മറ്റേ അൻവർക്ക അമ്പൂക്ക കമ്മല് മേടിക്കാൻ പോയിട്ടുണ്ട്, കാണാനേ ഇല്ല. ബേപ്പൂരിൽ റിയാസ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വല്ല കാര്യം ഉണ്ടായിരുന്നു വെല്ലുവിളിക്കാൻ പോകണ്ട. മുട്ടയടിച്ച് കമ്മലിട്ട് മിഠായി തെരുവ് മുതൽ റെയിൽവേ സ്റ്റേഷൻ വരെ നടക്കുമെന്ന്. കഷ്ടം തന്നെ. കോൺഗ്രസിന് നാണല്ലേ? ആ പാലക്കാട് കൊണ്ട് ആ ചെറുക്കനെ നിർത്തിയിരുന്നെങ്കിൽ പാലക്കാട് പിടിക്കായിരുന്നല്ലോ. ശോഭയ്ക്ക് കൊണ്ട് കൊടുത്തില്ലേ? രാഹുൽ ചെറുക്കനെ കൊണ്ട് നിർത്തിയിരുന്നെങ്കിൽ. ഇപ്പൊ രാഹുലിനോട് വല്ലാത്ത സ്നേഹമാണല്ലോ. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ സ്നേഹം തോന്നും. എനിക്കത് അറിയാൻ പാടില്ല. എന്ത് കണ്ടിട്ടാണോ ബിഷാരടിയെ കൊണ്ട് നിർത്തി? അതന്നെ എന്തൊരു കഷ്ടമാണ്. രാഹുലിന്റെ മര്യാദയ്ക്ക് നിങ്ങളല്ലേ അനുവദിക്കാതിരുന്നത്? പുറത്താക്ക് ആ പീഡകനെ പുറത്താക്ക്. നിങ്ങളല്ലേ പിന്നെ സമരം നടത്തിയത്? ഞങ്ങൾക്ക് സമരം തരാൻ പോലെ ഒരു ഗ്യാപ്പ് ഒന്നുമില്ല. കേട്ടോടനെ പുറത്താക്കി കളഞ്ഞില്ലേ? അത് ശരിയാ. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാമായിരുന്നു കേട്ടോ. KPCCന്റെ മുന്നിൽ സ്വർണ്ണം കട്ടവനാരപ്പ സഖാക്കളാണ് അയ്യപ്പ പാട്ട് ഒച്ചത്തിൽ വെച്ചിട്ടുണ്ട്. ഒച്ചത്തില്. പ്രിയപ്പെട്ട മാനവരെ, തോറ്റാലും നിങ്ങൾ വിഷമിക്കണ്ട. ശക്തമായൊരു പ്രതിപക്ഷത്തെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. കഴിഞ്ഞ വർഷത്തെ പോലെ വേറൊരു പ്രത്യേകതയുണ്ട്. ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. കാലത്തിന്റെ കാവ്യനീതി എന്നൊക്കെ പറയുന്നത് ഇതുകൊണ്ടാണ് കേട്ടോ. ഇന്ന് TP
പി ചന്ദ്രശേഖരന്റെ രക്തസാക്ഷിത്വ ദിനമാണ്. 14 വർഷം കൊല്ലപ്പെട്ടിട്ട് 14 വർഷമായി. ഈ ദിവസം തന്നെ പിണറായി ക്ലിഫ് ഹൗസിൽ നിന്ന് ഇറങ്ങുന്നത് ഒരു കാവ്യനീതിയാണ്. പിണറായി ക്ലിഫ് ഹൗസിൽ നിന്ന് ഇറങ്ങിപ്പോയി. നേരത്തെ പോയി. നാണം കെടാൻ എനിക്ക് വയ്യാത്തത് കൊണ്ട് ഞാൻ കണ്ണൂരിൽ പോയി. ദൈവമേ, കമലേട്ടത്തിയൊക്കെ എങ്ങനെ സഹിക്കും ഇത്? എനിക്കൊന്ന് വീണമോൾക്ക് വീണ്ടും മറ്റേ മന്ത്രിമന്ദിരത്തിൽ കഴിയാൻ തോന്നുന്നു. അല്ല, മന്ത്രിമന്ദിരത്തിലല്ലേ, സോറി മറ്റേ എം എൽ എ ആകുമായിരിക്കും അല്ലേ? എടാ, നിങ്ങളുടെ മന്ത്രിമാരൊക്കെ ജയിക്കുവോ? മന്ത്രിമാരൊക്കെ പിന്നെ തൃത്താലയിൽ നിങ്ങൾ ആ VT ബൽറാം വാഴയാണെന്ന് പറഞ്ഞ് തുടക്കം മുതൽ തന്നെ ആ VT ബൽറാം അവിടെ ലീഡ് ചെയ്യുന്നത്. MP രാജേഷിന്റെ പൊടി പോലും കാണാൻ. ആർ ബിന്ദു പിന്നില്, രാജീവ് പിന്നില്, ഗണേഷ് പിന്നില്, വി ശിവൻകുട്ടി ഇങ്ങനെ ചാടി നിൽക്കുന്നു. വീണ ജോർജ് പിന്നില്. എങ്ങനെ പിന്നിലാവാതിരിക്കും? അമ്മാതിരി ഒരു കരിങ്കൊടി കണ്ടപ്പോഴത്തേക്ക് അയ്യോ കഴുത്തുളുക്കി എന്ന് പറഞ്ഞാൽ എന്തെല്ലാം നാടകങ്ങളായിരുന്നു കേട്ടോ. നിങ്ങളാണ് നിങ്ങളെ തോൽപ്പിച്ചത്, മനസ്സിലായോ? നിങ്ങളാണ് നിങ്ങളെ തോൽപ്പിച്ചത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ജനാധിപത്യത്തിന് മുകളിലല്ല ഒരു ഏകാധിപത്യവും. ഇത് ഏകാധിപത്യം വർഷത്തെ ഞങ്ങളുടെ ഭരണം ഇതോടെ തീർന്നു. ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. ഇനി നിങ്ങൾ ശക്തമായ ഒരു പ്രതിപക്ഷത്തെ ഇവരെ ഭരിക്കാൻ അനുവദിക്കില്ല. സമാധാനമായിട്ട് കസേര ഇരുന്ന് ഭരിക്കില്ല. ഇത് ഞങ്ങളുടെ വാക്ക്. അതന്നെ, ഞങ്ങളുടെ ആയുധങ്ങൾ, ഞങ്ങളുടെ ടൂൾസുമായിട്ട് ഇറങ്ങും. ഇനി വെട്ട്, കുത്ത്, കൊല. ദൈവമേ, ഈ തെരഞ്ഞെടുപ്പ് ഫലം മുഴുവനായിട്ട് അങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കേ തുടങ്ങും കണ്ണൂരി നടി, പൊരിഞ്ഞടി, വെടിവെപ്പ്, ബോംബ് പൊട്ടൽ, എന്തൊക്കെ കാണണം ഇനി. കണ്ണൂരിൽ എന്തൊക്കെ സംഭവിക്കുന്നത് പേടിയറിയാൻ പാടില്ല. പിണറായി എങ്ങാനും തോറ്റു അർജുനായിക്ക് തൂക്കിയെടുത്തോണ്ട് പോയി. ആണല്ലേ, നന്നായി. അവൻ കുറെ ദിവസമായി ഇരുന്നങ്ങ് പോസ്റ്റഡിലായിരുന്നു. എന്തിനാന്തോ. പിന്നെ കേരളത്തിലെ ജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഇപ്പൊ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു മുഖ്യമന്ത്രിയെ കിട്ടില്ല കേട്ടോ. ചിലപ്പോ 1 വർഷം വരെ ഗ്യാപ്പ് എടുത്തിരിക്കും. അവർ ഇതുവരെ അടിച്ചു തീർന്നിട്ടില്ല. കഷ്ടം. അത് അവര് നോക്കിക്കോളൂ. നോക്കണമല്ലോ, ഇനി ഞങ്ങൾ പ്രതിപക്ഷമാണല്ലോ. അതുകൊട്ടെ, നിങ്ങളുടെ പ്രതിപക്ഷ നേതാവാരായിരിക്കും? പിണറായിയാണോ? പ്രതിപക്ഷ നേതാവ് അതും പിണറായി. അതും ശൈലജ, നിങ്ങളൊരു ശക്തിയായ പ്രതിപക്ഷ നേതാവ് സ്ത്രീയെ കാണാൻ പോവുകയാണ് ഇനി. ജില്ലാ സെക്രട്ടറി പോലും ഇല്ല, എന്നിട്ടാണ് ഞാൻ ചോടാ അങ്ങോട്ട്. പിന്നെ വേറെ പ്രതിപക്ഷ നേതാവ് ആഭ്യന്തര കാര്യം നിങ്ങൾ തീരുമാനിക്കണം. പിന്നെ ഇത് പേരാവൂരിൽ കൊണ്ട് നിർത്തിയത് തന്നെ അവരെ തോപ്പിക്കാനാ. ഈ മട്ടന്നൂർ അയ്യോ അറിയില്ലല്ലേ, കമ്മികൾക്ക് പോലും അറിയില്ല. മക്കളെ, ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും. ആർക്കാ ജയിക്കുന്ന? എല്ലാ UDF-കാർക്കും എന്നല്ലേ? അല്ല, ഞങ്ങൾക്ക് പ്രതിപക്ഷത്തിന്. അതെ, പ്രതിപക്ഷത്ത് വീണ്ടും തുടരാം. നിങ്ങൾ എന്തൊക്കെയായിരുന്നു? മറ്റേ അവര് എന്തുവാ, VD സതീശൻ എവിടെ ആയിരുന്നു? കാന്തല്ലൂർ അവിടെ കണ്ട് യാത്ര പോയപ്പോഴത്തേക്ക് നിങ്ങൾ പറഞ്ഞു വനവാസത്തിന് സ്പോട്ട് കണ്ടുപിടിക്കാൻ പോയത്. വിജയന് പോകാൻ കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ടോ വനവാസത്തിന്? ഞങ്ങൾ വനവാസം ഒന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ ഒരാൾ തോക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഇവര് വലിയ പ്രഖ്യാപനത്തിനൊന്നും പോയില്ല. വെറുതെ നിന്ന് തോറ്റാ പോലെ. ഇത് പ്രവചനപരമായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ, എനിക്ക് UDF-കാരോട് പറയാൻ 2 വാക്കുണ്ട്. നിങ്ങൾ വിജയിക്കും എന്ന് ഇപ്പോൾ ഏകദേശം ഉറപ്പായിരിക്കുന്നു. പക്ഷെ അത് നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല നിങ്ങൾ വിജയിക്കുന്നത്. പിന്നെ നിങ്ങളുടെ കഴിവ് കൊണ്ടേ അല്ല നിങ്ങൾ വിജയിക്കുന്നത്. കാര്യം എന്താണെന്നറിയാമോ? ഇവരാണ് നിങ്ങളുടെ ഐശ്വര്യം ഇത്തവണത്തെ. മനസ്സിലായില്ലേ? കാര്യം ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് നാഴികയ്ക്ക് 40 വട്ടം ജനങ്ങൾ പോലും പറഞ്ഞിട്ട് അത് നിങ്ങൾ മുഖവിലേക്ക് എടുക്കാൻ പോയില്ലല്ലോ. അതായത് അങ്ങ് കൊമ്പത്ത് കയറി ഇരിക്കുമല്ലേ, അവിടുന്ന് താഴോട്ട് ഇറങ്ങാൻ താല്പര്യപ്പെട്ടില്ലല്ലോ. എനിക്കറിയായിരുന്നു. തോക്കുന്നല്ലേ? അതാണ്, മനസ്സിലായില്ലേ? അതായത് ഇവരെ മടുത്തിട്ടാണ് നാട്ടുകാർ പോയി ലവർക്ക് കുത്തിയത്. അതുകൊണ്ടാണ് UDF-ന് കിട്ടുന്നത്. അല്ല, നിങ്ങളുടെ പ്രവർത്തന മികവ് കൊണ്ടൊന്നും അല്ല. ഇവിടെ ഒരു സ്ഥാനാർത്ഥി പട്ടിക ഇടുന്നതിന് വരെ എന്തോ ഒരു അടിയായിരുന്നു കേട്ടോ നിങ്ങളുടെ കൂട്ടത്തില്. ഇനി മുഖ്യമന്ത്രിയുടെ അടി നമ്മൾ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ ജയിച്ചിട്ട് ആ രാഹുൽ എങ്ങനെ പാർട്ടി തിരിച്ചെടുത്തണ്ടല്ലോ. നിങ്ങൾ ശക്തമായ സമരമുറ കാണും. നിങ്ങളല്ലേ മുമ്പേ പറഞ്ഞ പാലക്കാട് എന്താ ചെറുക്കനെ നിർത്താൻ? ഞാൻ പറഞ്ഞത് എന്ന് വെച്ചാൽ പാർട്ടിയിലോട്ട് തിരിച്ചെടുക്കാനാണ് ഉദ്ദേശം. ഞങ്ങളുടെ ശക്തമായ പ്രതിപക്ഷം നിങ്ങൾക്ക് അറിയില്ല. വീണ്ടും തുടങ്ങിയത് കണ്ടോ? ആർഷയൊക്കെ ഇറക്കിയോ മുണ്ട് വെക്കാനായിട്ട്? ഞങ്ങള് കീലേരി അച്ഛനെ അച്ചു ധർമ്മടത്ത് ഇപ്പൊ പിന്നില്ല. അയ്യോ, ധർമ്മടത്ത് ഞങ്ങൾ കയറി വരും, പേടിക്കണ്ടെന്ന്. അങ്ങനെ മോഹിക്കണ്ട. ആര് പേടിക്കുന്നു? ധർമ്മടത്ത് പിന്നിലാണെന്ന് കണ്ട വാർത്ത കണ്ട് ആരും മഞ്ഞളിക്കൊന്നും വേണ്ട കേട്ടോ. അതിപ്പോ മുന്നിൽ കയറി വന്നോളൂ. ഞങ്ങൾ അങ്ങനെയാണ്, തീ കുറിച്ചതാണ്, വെയിലത്ത് പാടില്ല. ചോർന്ന് പോകാതിരിക്കാൻ വല്ല ഇട്ടിട്ടുണ്ടോ? പോവാണോ? 2 വാക്ക് പറയാനുണ്ടായിരുന്നു. പോയിട്ട് വരണമല്ലോ. അല്ല, എന്തായാലും ബെറ്റ് വെച്ചിട്ട് പോ. നിങ്ങൾ ജയിക്കുമെന്നോ വല്ല പറയുന്നുണ്ടോ? ധർമ്മടത്ത് പിണറായി ജയിക്കും, ബെറ്റ്. സേഫ്. പൊക്കോളൂ. ഇനി പൊക്കോളൂ. എന്തൊക്കെ കാണണം. അയ്യപ്പനാണോ എന്തോ പണി കൊടുത്ത അറിയത്തില്ല.